ഇന്ന് ആദ്യം ഫാക്ട് ചെക്കിൽ നമ്മൾ പരിശോധിക്കുന്നത് രവിചന്ദ്രന്റെ ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകും. ഓക്കെ, ഇനി ഒറ്റ കാര്യം കൂടി, ഒരു സെക്കൻഡ് കൂടി പ്ലീസ്, ഒരു സെക്കൻഡ്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഈ പോണിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു, കൺസെന്റ്, പോൺ, ഇതൊക്കെ വളരെ എത്തിയിച്ചിട്ടുള്ള ഏതോ പ്രശ്നമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന ഗൂഗിൾ ഇപ്പൊ അടിച്ചു നോക്കിയിരിക്കുന്നവര് 10 രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്. 1-ാം സ്ഥാനം നോ ഗസ് വർക്ക് പാകിസ്ഥാൻ, 2 ഈജിപ്റ്റ്, 3 വിയറ്റ്നാം. പിന്നെ ഇങ്ങോട്ട് വരുന്ന രാജ്യങ്ങൾ നോക്കൂ, ഇറാഖില്ല, മൊറോക്കോ, നമ്മുടെ ഫുട്ബോൾ ടീം, സൗദി അറേബ്യ. ആദ്യ 10 രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പൊ പോൺ, കൺസെന്റ്, ചീച്ചി ഒന്ന് ചിന്തിച്ചിട്ട് ബാക്കി പറയാം. എന്താ കോൺഫിഡൻസ് ആണ്. ഇപ്പൊ തന്നെ ഗൂഗിൾ നോക്കിക്കോളിന്നാ പറഞ്ഞത്. അപ്പൊ അതായത് നമുക്ക് ആയിരിക്കുന്ന ആളുകളൊന്നും ചെക്ക് ചെയ്യില്ല, നല്ല ഉറപ്പാണ്, കയ്യടിക്കണ്ട്, ഒരിക്കൽ നോക്കിയിട്ടാന്ന് ഉറപ്പാണ്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ പോലെ ചെയ്യാം. നമുക്ക് വേറെ ബാക്കി ഇപ്പൊ ഒന്നാമത് ഈ ഗൂഗിൾ സെർച്ചിന്റെ ഒക്കെ ഒരു ഇത് വേറെ ഉണ്ട്, ഗൂഗിൾ നോക്കിയിട്ടാണെന്നുള്ളത്. അതിന്റെ ഓരോ ചെങ്ങനെ പറഞ്ഞാണ് ഒരുപാട് വിഷയങ്ങളിൽ ചില കിലോമീറ്റർ ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഗൂഗിളിൽ തന്നെ നോക്കി നോക്കാം. ആദ്യം നമുക്ക് ഗൂഗിൾ നോക്കാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൃത്യമായ ബാക്കി കണക്കുകളിലേക്ക് പോകാം. അപ്പൊ ഗൂഗിളിൽ കൺട്രീസ് വിത്ത് മോസ്റ്റ് പോൺ കൺസപ്ഷൻ എന്ന് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഗൂഗിൾ തരുന്ന റിസൾട്ട് രവീന്ദ്രന്റെ ഗൂഗിൾ. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് ഓസ്ട്രേലിയ, കാനഡ, ബ്രസീൽ, മെക്സിക്കോ, നെതർലാൻഡ്സ്, റഷ്യ, സ്പെയിൻ, ജർമ്മനി, ജപ്പാൻ. ഒന്നുകൂടി അല്ല, 10-ൽ 6 ഓക്കെ, 9 ആയിട്ടേ ഉള്ളൂ. ആയിക്കോട്ടെ. ഫിലിപ്പീൻസ്, പോളണ്ട്, സ്വീഡൻ, UK, USA. മനസ്സിലാകുന്നില്ല സഹോദരി, ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു സംവാദത്തിൽ ഇത്ര ആളുകൾ വാസിക്കുന്ന സംവാദത്തിൽ നുണ പറയാൻ ഇത്ര ഉടുപ്പില്ലാത്തൊരു മനുഷ്യൻ. കോൺഫിഡൻസ് നോക്കണം. എല്ലാ ആളുകളുടെയും കയ്യിന്റെ തുമ്പിൽ നിൽക്കുന്ന നോക്കിക്കോന്ന് ഇതൊക്കെ ഇത് ചെറിയ തൊലിക്കല്ല, ഇനിയിപ്പോ പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഇവരൊക്കെ ഇസ്ലാമിക് കൺട്രീസ് ആയി ഐഡന്റിഫൈ ചെയ്തൊന്നും അറിയില്ല, ഒന്നും പറയാനില്ല. ഇനിയിപ്പോ ആളെ പറയിക്കാൻ. ഓസ്ട്രേലിയ ഐഡന്റിഫൈഡ് ആസ് ഇസ്ലാം. അപ്പൊ ഏതായാലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് മാത്രമാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇതില് വേറൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇയാള് പെട്ടത് എവിടെയാന്ന് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ, ഇയാള് ഇതില് കോറയില് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പാകിസ്ഥാൻ 1-ാമതാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് ഈ കോറ എന്താണെന്നും അറിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. കോറന്റെ കുറെ ഉത്തരങ്ങൾ ഇയാൾ ആക്ച്വലി പെടുന്നുണ്ട്. കോറ സഹോദരൻ അതൊരു എന്താ പറയാ, ചോദ്യോത്തരങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ആർക്കും കയറി ചോദിക്കാം. നമുക്ക് വേണമെങ്കിൽ അവിടെ ചോദ്യം പോസ്റ്റ് ചെയ്യാം. അതിൽ അറിവുള്ള ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന ആർക്കും, അറിവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അറിവുണ്ടോ അല്ലേ എന്നുള്ളത് ഓക്കെ, എനിക്ക് അറിയുമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് അതിൽ ഉത്തരം എഴുതാം, രേഖപ്പെടുത്താം. ഒരു ചോദ്യത്തിന് എത്ര ആളുകളാണോ ഉത്തരം എഴുതിയിട്ടുള്ളത് ആ ഉത്തരങ്ങളൊക്കെ അവിടെ നോക്കുന്ന ആളുകൾക്ക് അവൈലബിൾ ആവും. കൂടുതൽ ലൈക്ക് കിട്ടുന്നത് മേലേക്ക് വരും. അതായത് സിംപിളി ഒരു മൊത്തത്തിൽ എല്ലാവർക്കും ഒരു അറിവുകൾ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അതിൽ ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻ വരും. നമ്മൾ വിക്കിപീഡിയ ഒക്കെ പലപ്പോഴും വരാൻ, വിക്കിപീഡിയ ഒക്കെ എത്രയോ ഒതന്റിക് ആണ്, ഇത് അത്രത്തോളം ഒതന്റിസിറ്റി ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇനി വേണമെങ്കിൽ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സമത അങ്ങനെ ഒരു ചോദ്യം ഇടാം, ഞാൻ അവിടെ സി രവീന്ദ്രൻ ടൈപ്പ് ചെയ്യാം, ഒരു 5-6 ആൾക്കാരെ നമ്മൾ ലൈക്കും ചെയ്യിപ്പിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ എടുത്ത് അടുത്ത സംവാദത്തിൽ ഗൂഗിൾ എടുത്ത് ഇപ്പൊ നോക്കിക്കോളൂ, ഏറ്റവും വലിയ ക്രിമിനൽ ആരാണ്, ഈ ഇരിക്കുന്ന സി രവീന്ദ്രനാണെന്ന്. കാര്യം എന്താണ്, പാകിസ്ഥാന്റെ പേര് പറയുമ്പോൾ എന്താ പറയുന്നത്, ഒരു ഗസ്സും ഇല്ലാതെ, ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം. എത്രയോ റിസൾട്ടോ എത്രയോ പഠനങ്ങൾ വന്ന് അനുഷേദ്യമായ ഒരു പഠനമായി മെറ്റാ അനാലിസിസ് നടത്തിയ പോലെയാണ്. ഒരു ഗസ്സും ഇല്ലാതെ നമുക്ക് പറയാം പാകിസ്ഥാനാണ് 1-ാം സ്ഥാനം. പിന്നെ ഇതില് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് ഈ ഗൂഗിൾ സെർച്ച് എന്നല്ല, ഗൂഗിളില് ഇത് അറിയില്ലെങ്കിൽ ഇവർ പൊതുവേ മനസ്സിലാക്കേണ്ട കാര്യം, ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെർച്ച് എഞ്ചിനാണ്. വിവിധ സൈറ്റുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് തരുന്ന ഒരു കാര്യമല്ല. ഗൂഗിൾ ഒരിക്കലും എന്തില്ല, ഗൂഗിളായിട്ടൊരു വെരിഫിക്കേഷൻ നടത്തിയിട്ടല്ല ചെയ്യുക. ഏറ്റവും കൂടുതൽ അതോറിറ്റി ഒന്നല്ല ഗൂഗിൾ. യെസ്. അപ്പൊ അതിൽ സെർച്ച് ചെയ്യുക എന്നുള്ളത് എന്തല്ല, ഒരു കൃത്യമായ ഒരു അതോറിറ്റി അല്ല എന്നുള്ളത് കൃത്യമായി ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ സൈറ്റുകളിലുള്ള റിസൾട്ടുകൾ, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനും അതിന് ആ സൈറ്റുകളിലുള്ള കീവേഡിനും അനുസരിച്ച് റിസൾട്ട് കാണിക്കുക, വിവിധ സൈറ്റുകളിലുള്ള റിസൾട്ട് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഗൂഗിൾ ചെയ്യുക. അതുകൊണ്ട് ഇപ്പോൾ ഈ സംവാദത്തിന് ശേഷമാണ് ഗൂഗിൾ ജെമിനിയൊക്കെ വന്നിട്ടുള്ളത്. ഗൂഗിൾ ജെമിനിയൊക്കെയാണ് പിന്നെ ഇപ്പോൾ ഒരു ടോട്ടൽ ഒരു റിവ്യൂ നടത്തി ചാറ്റ് GPT ഒക്കെ പോലത്തെ റിസൾട്ട് തന്നെ ഇപ്പോഴാണ്. അതിനു മുന്നേ അത്രയും ഇല്ല, ഒരു